Hi, dear students. Welcome back to Gallant IAS PYQ Reverse Engineering Series. We wish you all the best for your upcoming prelims 2026. Yeah, without wasting time, let's get into the PYQs. There is a question. Jasif sir, Altaf sir, which of the following statements correctly explains the impact of industrial revolution on India during the first half of 19th century? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തായാലും ഇന്ത്യനെ എന്താ പറയുക നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അല്ലായിരുന്നു. ദർ ഈസ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് വർ റൂയിൻഡ്. ഓക്കെ, നിൽക്കട്ടെ. മെഷീൻസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ലാർജ് നമ്പേഴ്സ്. നമുക്കറിയാം ഇവർ ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി ആണ്. സോ ഫസ്റ്റ് കോട്ടൺ മില്ലൊക്കെ 1854 ആണ്, സെക്കൻഡ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി ആണ്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യുന്നു. റെയിൽവേ ലൈൻസ് വർ ലെയ്ഡ് ഇൻ മെനി പാർട്സ് ഓഫ് കൺട്രി, അതും സെക്കൻഡ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി ആണ് വിത്ത് ഡൽഹൌസിസ് റിഫോംസ്. യാ, അപ്പൊ ബേസിക് ക്രോണോളജി നിങ്ങൾ അറിഞ്ഞിരിക്കുക. This is not happening in the first half of the 19th century. Heavy duties were imposed on the imports of British manufacturers. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അവിടുന്ന് അവർക്ക് ഈ പറയുന്ന ലിട്ടന്റെ പോളിസിക്ക് എന്ന് പറയുന്നത് മാക്സിമം അവർക്ക് ഡ്യൂട്ടി ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. വൺ വേ ഫ്രീ ട്രേഡ് പോളിസിന്റെ തന്നെ ബേസിക് ഫിലോസഫി അതാണ്. They are here to conduct free trade without these duties and all. And the Indian markets were flooded with the British goods. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഗുഡ്സിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വെരി ഈസിലി വി വിൽ കം അപ്പ് വിത്ത് ദിസ് ഈസ് ദ direct impact of this industrial revolution on India during first half of 19th century, that Indian handicrafts were extremely ruined due to this one way free trade policy and due to this British, trade policies and all. മറ്റെന്തെങ്കിലും നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാനുള്ളത്? ഞാൻ മുമ്പ് പറഞ്ഞൊരു സാധനമാണ് ഈ ക്യാരക്ടർ അനാലിസിസ്. ബ്രിട്ടീഷ് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധ്യത എന്താണെന്നുള്ള ആലോചിക്കാം. അപ്പോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഫസ്റ്റ് പാർട്ടാണ്, 1800s ആണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇവിടെ അവർ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ നോക്കുവോ? ഒരിക്കലും ഇല്ല. കാരണം അവർ എന്ത് ചെയ്യാനേ ശ്രമിക്കുള്ളൂ? അവരവിടെ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സാധനം ഫുൾ ആയിട്ട് ഇവിടെ വിൽക്കാൻ ശ്രമിക്കും. അപ്പോ ആ ഫസ്റ്റ് സെക്കൻഡ് ആണ്. റെയിൽവേ ലൈൻസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇച്ചിരി ഫാക്ച്വൽ ആണ്, പക്ഷെ കുറച്ചുകൂടെ അറിയാം. റെയിൽവേ ലൈൻ ഇതൊക്കെ വരുന്ന 1854 സമയത്താണ്, ബോംബെ താനെയിലൊക്കെ ആയിട്ടാ വരുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് എന്താവുന്നു? ഇതായിട്ട് പോകുന്നു. ഹെവി ഡ്യൂട്ടീസ് വരെ ഇമ്പോസ്, ശരിയായിരിക്കാം. നമ്മുടെ കേസിലായിരുന്നെങ്കിലും ഓക്കെ, ആരുടെ മേളിൽ അവരുടെ മേളിൽ തന്നെ ഇടുന്നാണ് ഈ പറയുന്നത്. ഒരു ക്യാരക്ടർ അനാലിസിസ് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്താണ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് വർ റൂയിൻഡ്, അവർ നമ്മൾ എന്തോ പോളിസിയും കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ചിന്തിക്കാം. 1813 ആക്ടിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ സാധനം വരുന്നത് നമുക്ക് പറയാം. സോ ഹെൻസ് നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? 1 ആയിരിക്കും ആൻസറിന് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അത് ശരിക്കും ഒരു ക്രോണോളജി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതും ഈസിയാണ്, വെരി ഈസി ടു സോൾവ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക് ഒരു ഫണ്ടമെന്റൽ ഐഡിയ ഉണ്ടായാൽ മതി. ഈ മനുഷ്യൻ എല്ലാവർക്കും അറിയാം, മഹേന്ദ്രവർമ്മൻ. ഹി ഈസ് കണ്ടംപററി ടു പുലകേശിൻ സെക്കൻഡ്. പുലകേശിനും ഹർഷവർദ്ധനുമാണ് ലൈക്ക് ഈ പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ടായത് ഓൺ ദ ബാങ്ക് ഓഫ് നർമ്മദ റിവർ. ആരാണ് ശക്തൻ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് ദിസ് പുലകേശിൻ വേഴ്സസ് ദിസ് ഹർഷവർദ്ധന. ഈ പുലകേശിനെ തോൽപ്പിച്ച ആള് മഹേന്ദ്രവർമ്മനാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവരൊക്കെ ഓൾമോസ്റ്റ് കണ്ടംപററീസ് ആണ്. ഇനി ഹർഷവർദ്ധനൻ 7ാം നൂറ്റാണ്ടാണെന്ന് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹുയാൻ സാങ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഹർഷവർദ്ധന്റെ സമയത്താണെന്ന് അറിയാമെങ്കിൽ, you will understand that this guy is also placed in the same 7th century AD. So it has to be ഏറ്റവും ഏർലിയസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇത് 7th century AD എന്ന് പറയുന്നത് പല്ലവ. we will go for these Pallavas. പിന്നെ ഇവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചോള പവർ ബൈ പരന്തക ഫസ്റ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം തക്കോലം ബാറ്റിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പരന്തക റൂളർ ഓഫ് ഇമ്പീരിയൽ ചോളാസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, അത് 10ാം നൂറ്റാണ്ടാണെന്ന് അറിയാം. പാല ഡിനാസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല ആസ് ഏർലി ആസ് ലൈക്ക് 750, അല്ലെങ്കിൽ ഒരു 8ാം നൂറ്റാണ്ട് AD നമ്മൾ ഗോപാലനെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും 7ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 8ാം നൂറ്റാണ്ട് വരും. പ്രതിഹാരാസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാജാവ് ഭോജനായിരുന്നു. സോ അദ്ദേഹത്തെ നമ്മൾ 9ാം നൂറ്റാണ്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ പറയുന്ന ഡിഫറെന്റ് ഡിനാസ്റ്റീസ്, റൂളേഴ്സ്, അവരുടെ കാലഘട്ടത്തെ കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫോറിൻ ട്രാവലേഴ്സ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത ലൈക്ക് കണ്ടംപററി റൂളേഴ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഏകദേശ ധാരണയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ട്രേസബിൾ ആണ്, ആൻസറബിൾ ആണ്. സോ ഐ തിങ്ക് ദാറ്റ് വി വിൽ if you know that establishment of Pallava power under Mahendravarman is as early as 7th century AD, നമ്മൾ 2ൽ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ this will be eliminated. ഇനി സെക്കൻഡ് നമുക്ക് പോകാനുള്ളത്
Yeah, we said it. This is as early as 8th century ആണ്. അപ്പം സെക്കൻഡിന് ശേഷം വീണ്ടും വരേണ്ടത് 4 ശരിയല്ലേ? So we will come up with this. So chronology is one of the very important element you have to cover up. Chronology is a theme you have to cover, especially in history. എനിക്ക് ഒരു കാര്യം സാറേ, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് അപ്രോച്ച് ചെയ്യേണ്ടത് താഴെ നിന്നാണ്, അതായത് ഓപ്ഷൻസ് നോക്കാന്നുള്ള. ഓപ്ഷൻസ് നോക്കി അപ്പൊ ക്ലാരിറ്റി കിട്ടി 2 or 3 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. 2 ഉം 3 ഒരു കമ്പാരിസൺ എടുക്കുവാണെങ്കിൽ ഒന്ന് പല്ലവേനെ പറ്റി പറയുന്നുണ്ട്, ചോളനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു റിലേറ്റീവ് കമ്പാരിസൺ നമുക്ക് എവിടെ പിടിക്കാം? പല്ലവ, ചാലൂക്യാസ് ഒക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പല്ലവ. അപ്പൊ നമ്മൾ നേരെ എങ്ങനെ എത്തുന്നു? 3 എലിമിനേറ്റ് ചെയ്ത് വരുന്നു. പിന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ വീണ്ടും നമുക്ക് എന്തിലേക്ക് എത്തണ്ടേ? ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 4. അവിടെ റൈസ് ഓഫ് പ്രതിഹാരാസ് എന്ന് പറയുന്നത് പല കാര്യം ഫൗണ്ടഡ് എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടായിരിക്കും വേറെ എവിടെയെങ്കിലും റൈസ് വരിക. അങ്ങനെയാണെങ്കിൽ 4 നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് വരാം. അപ്പൊ കീവേഡും അങ്ങനെ ഇതാണ്, ഫൗണ്ടഡ് റൈസ്. ഇവിടെ ഫൗണ്ടഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പെട്ടാനെ. പക്ഷെ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഫൗണ്ടഡ് ചിലപ്പോൾ ഇനീഷ്യലി ആയിരിക്കാം, ശേഷമായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക? റൈസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് 2, 4, 1, 3 അപ്രോച്ച് ചെയ്ത് എത്താം. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ. ഇപ്പൊ ജാസിം സാർ പറഞ്ഞ വളരെ എന്താ പറയാ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. In fact, that is the same logic we are supposed to apply. ശരിയല്ലേ? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഗാന്ധി ഇർവിൻ പാക്ട് ഇൻക്ലൂഡഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഗാന്ധി ഇർവിൻ പാക്ട് ഏത് കോൺടെസ്റ്റ് എന്ന് നമുക്കറിയാം. CDM ആണ്. ഇന്ത്യൻസിന്റെ പാർട്ടിസിപ്പേഷൻ ക്രൂഷ്യൽ ആണ് ഫോർ ദിസ് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ആൻഡ് ഓൾ. 4 സ്റ്റേറ്റ്മെന്റ്സില് invitation to Congress to participate in the roundtable conference, withdrawal of ordinances, acceptance of Gandhi's suggestions for inquiry into police excesses, release of only those prisoners who were not charged with the violence. So fundamental ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ. ഏതാണ് which is included in Gandhi Irwin Pact ആണ്. Of course നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് റിജക്ട് ചെയ്ത 2 കാര്യങ്ങൾ, because of which Gandhiji faced so much criticism and this protest when he അതിനുശേഷമുള്ള കറാച്ചി സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഈ പഞ്ചാബ് നവജവാൻ ഭാരത് സഭ അതിന്റെയൊക്കെ ഫോളോവേഴ്സിന്റെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അപ്പൊ ഇതില് 2 കാര്യങ്ങൾ ഗാന്ധിജീന്റെ റിജക്ട് ചെയ്തത്. ഒന്ന്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് അവരുടെ എന്താ പറയാ വധശിക്ഷ നിർത്തലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി വേണ്ട രീതിയിൽ പരിശ്രമിച്ചില്ല എന്നൊരു സംഭവം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന എൻക്വയറി ഇൻടു പോലീസ് എക്സസസ്, അതും വൈസ്രോയി റിജക്ട് ചെയ്ത കാര്യമാണ്. ശരിയല്ലേ? അപ്പൊ 2 കാര്യങ്ങൾ വൈസ്രോയി മെയിൻ ആയിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഭഗത് സിംഗ് അല്ലെങ്കിൽ രാജ്ഗുരു അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വധശിക്ഷ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ആ സംഭവം ലൈക്ക് ഇതില് കാര്യമായിട്ട് വന്നിട്ടില്ല. എൻക്വയറി ഇൻടു പോലീസ് എക്സസസ് അതും വൈസ്രോയി റിജക്ട് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ സിയും ഡിയും പോയി. ഇനി ലൈക്ക് ഒന്നാമത്തത് ഇൻവിറ്റേഷൻ ടു കോൺഗ്രസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അത് തന്നെയായിരുന്നു ഇതിന്റെ ബേസിക് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനിയുള്ളത് റിലീസ് ഓഫ് ഓൺലി ദോസ് പ്രിസണേഴ്സ് ഹു ആർ നോട്ട് ചാർജ്ഡ് വിത്ത് വയലൻസ്. ഓഫ് കോഴ്സ് അത് ബ്രിട്ടീഷിന്റെ ഒരു ഫണ്ടമെന്റൽ പോളിസി, അവരുടെ ഒരു എന്താ പറയാ അടിച്ചമർത്തൽ പോളിസിയോ അല്ലെങ്കിൽ സപ്രഷൻ പോളിസി നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് ഒരിക്കലും അവർ ടോളറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നോൺ വയലൻസിന്റെ കേസിൽ വേറൊന്നും ചെയ്യാനില്ല, ബിക്കോസ് ഇറ്റ് ഈസ് സത്യാഗ്രഹം. സോ that part is okay. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. അങ്ങനെ വരുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. ശരിയല്ലേ? നമ്മള് വി വിൽ കം അപ്പ് വിത്ത് ദിസ് ബോംബെ 1, 2 and 4 ഓൺലി. മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞാൻ അഗൈൻ ഈ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറയുന്നത്. ഓപ്ഷൻസ് ഭയങ്കര ഫേവറബിൾ ആണ്. നോക്ക് സാറ്, നമുക്ക് ഏതോ ഒന്ന് തെറ്റാന്ന് കൺഫേംഡ് ആയി. കാരണം 1, 2, 3, 4 ഇല്ലാത്തടത്തോളം കാലം. അതിൽ തന്നെ ഈ കോണ്ടെക്സ്റ്റ് ഗാന്ധി ഇർവിൻ പാക്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ശേഷമാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്യാണെന്നുള്ള ബെസ്റ്റ് നോൺ ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് 1 കിട്ടി. അവിടെ തന്നെ നമ്മൾ എന്തിലേക്ക് എത്തുന്നു? 1 to 4 എത്തുന്നു. പിന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റിലീസ് ഓഫ് ഓൺലി ദോസ് പ്രിസണേഴ്സ് ഹു ആർ നോട്ട് ചാർജ്ഡ് വിത്ത് വയലൻസ്. അവർ എന്തെങ്കിലും കൺസിഡർ ചെയ്ത് കൊടുത്താലാണ് കോൺഗ്രസ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 to 4 സ്ട്രാറ്റജിക് ആയിട്ട് എത്താൻ തോന്നുന്നു ഓപ്ഷൻസിൽ നിന്നായിട്ട്. അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ UPSC എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറെ കൂടി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Who among the following rulers advised his subjects through this inscription? അപ്പൊ ഒരു മനുഷ്യൻ തുടക്കത്തില് വൺ ഓഫ് ദ റൂളേഴ്സ് അദ്ദേഹത്തിന്റെ സബ്ജക്ട്സിനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇൻഫോം ചെയ്തുകൊണ്ടിരുന്നത് ത്രൂ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അത് ഈ പറയുന്ന കേവ് എഡിക്സ് ഉണ്ട്, കേവ് ഇൻസ്ക്രിപ്ഷൻസും പില്ലർ ഇൻസ്ക്രിപ്ഷൻസും റോക്ക് ഇൻസ്ക്രിപ്ഷൻസിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ റോയൽ എന്താ പറയാ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. Whoever praises his religious sect or blames other sect out of excessive devotion to his own sect with the view of glorifying his own sect, he rather injures his own sect very severely. ഈ മനുഷ്യൻ ആദ്യം തരികിടയായിരുന്നു.
പക്ഷെ ഒരു കലിംഗ വാറിന് ശേഷം മൊത്തത്തില് മനംമാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഡിപ്ലോമറ്റ് ആയിട്ട് മാറി, എത്തിക്സ് ഒക്കെ കലക്കി കുടിച്ചു പിടിച്ച ഒരു മനുഷ്യനായിട്ട് മാറി. ഹി അഡോപ്റ്റഡ് എ പോളിസി വിച്ച് ഈസ് ധമ്മ. റാദർ ദാൻ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസിനേക്കാൾ ഉപരി ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ ആയിരുന്നു. അപ്പം ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല കമ്മ്യൂണിറ്റീസും പല ആൾക്കാരും ഉള്ള വലിയൊരു സാമ്രാജ്യം ഭരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജി വിച്ച് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ധമ്മ. അപ്പൊ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, ഹൗ യു റെസ്പെക്ട് ഈച്ച് അതർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മ്യൂച്വൽ ഹാർമോണിയൽ എക്സിസ്റ്റൻസ്, അതിന്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ ആണ് ഈ പറയുന്ന സോക്കോൾഡ് അദ്ദേഹത്തിന്റെ ധമ്മ പോളിസീസ്. അപ്പൊ ധമ്മ പോളിസീസിന്റെ ഓരോ എലമെന്റ്സും അദ്ദേഹത്തിന്റെ ഈ പില്ലർ എഡിക്സിലും അല്ലെങ്കിൽ റോക്ക് എഡിക്സിലും ഒക്കെ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ്. എസൻസ് ആണ് പുള്ളി എഴുതുന്നത്. നമ്മളൊരു ഈക്വൽ സൊസൈറ്റിയിൽ ജീവിക്കണം എന്ന് പറയുന്നത്. I think directly we can go for the answer. Ashoka. So let's also do some other questions. Yes. So next question, consider the following activities. 4 activities തന്നിട്ടുണ്ട്. How many of the above activity, ഈ തന്നിരിക്കുന്ന 4 ആക്ടിവിറ്റീസിൽ are regulated by Petroleum and Natural Gas Regulatory Board of our country? അതേ പെർട്ടിക്കുലർ ബോർഡിന്റെ അടി വരുന്ന ആക്ടിവിറ്റി, ബോർഡ് എന്നാലും നിങ്ങൾക്ക് അറിയേണ്ട, ഈ പെർട്ടിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ അറിഞ്ഞാൽ മതി. മീൻസ് ഏതൊക്കെയാണ് മേളിൽ പറഞ്ഞ ആക്ടിവിറ്റി ഈ റെഗുലേറ്ററി അടിയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ, റിഫൈനിങ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് പെട്രോളിയം പ്രോഡക്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഇതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഇത് രണ്ടും ഇതായിരിക്കും ഒരു ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഒന്നാം നേച്ചർ പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ, പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഇതിനകത്ത് റിഫൈനിങ് വരുന്നുണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സെയിൽ ഓഫ് പെട്രോളിയം വരുന്നുണ്ട്. പല ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പല സെക്ഷൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളായത് എങ്ങനെ പോയാലും ഈ ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ മേലുള്ളതല്ല. ഹോൾ സപ്ലൈ ചെയിൻ ഒരാൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന പകരം ഡിഫറെന്റ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഒരാൾ നോക്കുന്നു, മറ്റേ ആൾ നോക്കുന്നു. അപ്പൊ എങ്ങനെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമതൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ്, എന്താണെങ്കിലും only ടു വരുള്ളൂ. only two. ഇപ്പം നിങ്ങൾ അറിയാതെ ഈ ടു അടിച്ചാലും ഈ ടു എടുത്താലും only two ആണ് ആൻസർ. സോ അത് നമുക്ക് അവരിട്ട് നമ്മൾ വിചാരിക്കുന്നതല്ല, അവർ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മീറ്റ് ചെയ്യേണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഐഡന്റിഫൈ ചെയ്യേണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, only two ലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് statement about the Rashtriya Gokul Mission. It is an important for the upliftment of rural poor, as a majority of the low producing indigenous animals are with small and marginal farmers and landless laborers. സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മുടെ ക്യാരക്ടർ, ഏത് ഫാമേഴ്സിലാണെങ്കിലും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നോക്കിയാൽ മതി, രാഷ്ട്രീയ ഗോകുൽ മിഷൻ. അപ്പൊ കൂടുതൽ എന്തിനെ പറ്റിയിട്ടായിരിക്കും, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഇൻഡിജിനിയസ് ആയിട്ടുള്ള അനിമൽസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. അതായത് ഗോകുൽ എന്ന് പറയുമ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഡിജിനസ്. ഇനി ഈ ഇൻഡിജിനസ് അനിമൽസ് ഒക്കെ കൂടുതൽ ആരത്തായിരിക്കും ഉണ്ടാവുക, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് വരുന്നുണ്ട്. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിച്ചു നോക്ക്, ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ടു പ്രൊമോട്ട് ഇൻഡിജിനസ് കാറ്റൽ ആൻഡ് ബഫലോ. ഇത് അകത്ത് ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ കണ്ടിന്യൂറ്റി ആണ് ശരിക്കും കണ്ടിന്യൂറ്റി ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. സോ അത് രണ്ട് യോജിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ജനറൽ ആണ്, തെറ്റിക്കാനായിട്ട് ഇതിനകത്തൊന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ ഗോ ഫോർ 1, 2, 3. Then ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ അക്കൗണ്ട് ഫോർ വെരി ലാർജ് പോർഷൻ ഓഫ് ഓൾ equity ഓപ്ഷൻ കോൺട്രാക്ട് ട്രേഡ് ഗ്ലോബലി, ദസ് എക്സിബിറ്റ് എ ഗ്രേറ്റ് ബൂംസ്. നമുക്കറിയില്ല, ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ദെയർ. ഇന്ത്യസ് സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഗ്രോൺ റാപ്പിഡ്ലി ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഈവൻ ഓവർടേക്കിംഗ് ഹോങ്കോങ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അത് ഭയങ്കര എക്സ്ട്രീം ആണ്, ബട്ട് ഹോൾഡ് ചെയ്യാം. there is no regulatory body. സ്വാഭാവികം നിങ്ങൾ ഹോൾഡ് ചെയ്യണം, കാരണം രണ്ടും എക്സ്ട്രീം വന്നിട്ടുണ്ട്. there is no regulatory body either to warn the small investors about the risk of options trading or act on unregistered financial advisories in this regard. ഇത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാം, ഇത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സെക്ടറിനും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു റെഗുലേറ്ററി. ഇറ്റ്സ് ലൈക്ക് സേയിങ് ബാങ്കുകളൊക്കെ സ്വന്തമായി ഫംഗ്ഷൻ ചെയ്തോട്ടെ, നമുക്ക് ആര് വേണ്ട, റെഗുലേറ്ററി ബോഡി വേണ്ട എന്ന് പറയുന്ന പോലെയാണ്. കാരണം ഇത് ഗവൺമെന്റ് തന്നെ പ്രോബ്ലം ആണ്. അപ്പൊ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്തായിരിക്കും, ഇത് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. സോ ഈ ഒരു സെക്ടറിനെ ഇൻവെസ്റ്റ്മെന്റിനെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ജനറലി സെബി ഉണ്ട്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട്സ് ഒക്കെ ആണെങ്കിൽ PFRD ഉണ്ട്. ഇത്രയും പ്ലാറ്റ്ഫോംസിനെ അവർ റെഗുലേറ്റ് ചെയ്യാതെ റെഗുലേറ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കണോമിക്ക് തന്നെ ഹാംഫുൾ ആണ്. സോ ഹെൻസ് നമ്മൾ 3 എലിമിനേറ്റ് ചെയ്ത 1 and 2 is answer. So that were the various questions that we sought to discuss on the prelims mode for the last 5, 6, 8, 9 episodes. So
ത്രൂ ദിസ് 9 എപ്പിസോഡ്സ് 9 ഡേയ്സോളം നമ്മുടെ ഈ എപ്പിസോഡ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഈ പറയുന്ന എക്സാമിനെ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ്. അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രൂപത്തിൽ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ പല പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മുടെ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഓൾവേസ് ഉണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മൾ ഈ അപ്ലൈ ചെയ്ത കുറെ സാധനങ്ങൾ, തോട്ട് പ്രോസസ് ഒക്കെ എന്തുണ്ട്, പേപ്പറിൽ ഒരുപാട് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കാം മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ. അപ്പോൾ ദർ ഇസ് നോ റെഗുലേറ്ററി ബോഡി. ചിലപ്പോൾ ഇനിയിപ്പോൾ റെഗുലേറ്ററി ബോഡി ഇല്ലെങ്കിലും അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ കാം മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു തോട്ട് പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് യു വിൽ ഓൾ ഡു ദാറ്റ്. നിങ്ങൾ എല്ലാവരും റിഗാർഡ്ലെസ് എന്ത് ചെയ്യും അത് കൃത്യമായിട്ട് ചെയ്യും തന്നെ വിചാരിക്കുന്നു. whatever the result may be, we have fighted for the last 6, 7, 1 ചില 2 വർഷം 3 വർഷം ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചിലവർ 6 മാസം 7 മാസം ഫൈറ്റ്, ചില 1 മാസം 2 മാസം, whatever it is, you have all fought for your dream. Let's put that all dream on that one day. By applying all that we know, നമ്മുടെ നോളജും നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ ലോജിക്കും ഒക്കെ അപ്ലൈ ചെയ്ത്, and I hope everyone will do their best and best of luck. All the best. All the best. എല്ലാവരും പ്രത്യേകിച്ച് എക്സാമിൽ കാമായിട്ടിരിക്കുക, ഒരു പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് GS കഴിഞ്ഞാൽ GS അവിടെ വിടുക, CSAT വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിന് നടുക്ക് പോയിട്ട് ഒരിക്കലും കീയോ കാര്യങ്ങളോ ടെലഗ്രാം ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കരുത്. ഓക്കെ, എക്സാമിന് പോയാൽ എക്സാം എഴുതിയിട്ട് തിരിച്ചു വരിക, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ക്ലിയർ? Then all the best. Thank you. Thank you. Gallant IAS, chasing your passion to ace.